ഇന്നിവിടെ വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച വൈകുന്നേരം സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച വൈകുന്നേരത്തെ സൂര്യാസ്തമയം വരെയാണ് യഹൂദന്മാരുടെ സാബത്ത്. അതായത് യഹൂദന്മാർ ആരാണെന്ന കൃത്യമായ ഒരു അറിവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒത്തിരി ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. യഹൂദ മതത്തെക്കുറിച്ച് അറിയത്തില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇവിടേക്ക് കയറി വന്ന അല്ലെങ്കിൽ തിരിച്ചു വന്ന യഹൂദന്മാരുടെ ചരിത്രവും അങ്ങനെയൊക്കെ മാത്രം നോക്കിയിട്ടാണ് എല്ലാവരും ജൂത ജനതയെ വിലയിരുത്തുന്നതും കുറ്റപ്പെടുത്തുന്നതുമൊക്കെ. ബൈബിളിന്റെ കാലം മുതൽ, തുടക്കം മുതലുള്ള ഇവിടെ ഉണ്ടായിരുന്നത് യഹൂദന്മാരാണെന്നുള്ളതോ അല്ലെങ്കിൽ യഹൂദന്റെ നാടാണിത്, അവരുടെ നാട്ടിൽ നിന്നും ഈജിപ്തിലെ അടിമത്തത്തിലേക്കും ബാബിലോണിലെ അടിമത്തത്തിലേക്കും ഒക്കെ പോയ യഹൂദന്മാരെ കുറിച്ചൊന്നും ആരും പഠിക്കാനും ചർച്ച ചെയ്യാനും ഒന്നും ശ്രമിക്കാറില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഇന്നത്തെ ആൾക്കാർക്ക് ശരിക്കും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് വിശ്വസിക്കാനും ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ ഈ എന്താ പറയുക, മാധ്യമങ്ങളിലും അല്ലെങ്കിൽ ന്യൂസ് ചാനലുകളിലും ഒക്കെ ചർച്ച ചെയ്യുന്ന വാർത്തകളൊക്കെ പെട്ടെന്ന് വിശ്വസിക്കുന്നതും അതുകൊണ്ടാണ്, യഹൂദന്മാർ ആരാണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച വൈകുന്നേരം സൂര്യാസ്തമയം മുതലാണ് ഷബാത്ത് തുടങ്ങുന്നത്. അപ്പോളേ ഷബാത്തിന് ശരിക്കും നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നത് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ചുമ്മാ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ ഞങ്ങൾക്ക് കോമൺ ആയിട്ടുള്ളൊരു ഡൈനിങ് റൂം ഉണ്ട്. അവിടെയാണ് ഞങ്ങൾ ഷബാത്തിന്റെ തിരിയൊക്കെ കത്തിക്കുന്നത്. നമ്മൾ സാബത്ത് എന്ന് മലയാളത്തിൽ പറയുന്നതിന് ഹിബ്രുവിൽ നമ്മൾ ഷബാത്ത് എന്നാണ് പറയുന്നത്. ഷബാത്ത് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ശനിയാഴ്ച എന്നുള്ള ദിവസമാണ്, വിശുദ്ധ ദിവസം എന്നുള്ള ദിവസമാണ്. അപ്പോൾ യഹൂദന്മാർക്ക് ഈ സാബത്ത് അല്ലെങ്കിൽ ഷബാത്ത് എന്താണെന്ന് വെച്ചാൽ 6 ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം പൂർത്തിയാക്കിയ ദൈവമായ കർത്താവ് 7-ാം ദിവസം വിശ്രമിച്ചതിനെയും പിന്നെ ദൈവമക്കളോട് ഈ 7-ാം ദിവസം വിശ്രമിക്കാനായിട്ട് ദൈവം കൊടുത്ത കൽപ്പന അനുസരിച്ച് ആ സാബത്ത് ദിവസം എങ്ങനെ ആചരിക്കണമെന്ന് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നിർദ്ദേശം കിട്ടിയതനുസരിച്ചാണ് വെള്ളിയാഴ്ച വൈകുന്നേരം തൊട്ട് ശനിയാഴ്ച വൈകുന്നേരം വരെ ഇവർ സാബത്ത് ആചരിക്കുന്നത്. അപ്പോൾ തീവ്രമത വിശ്വാസികളായിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്, ജൂതന്മാരുണ്ട്. അതായത് ഓർത്തഡോക്സ് വിശ്വാസികളായിട്ടുള്ള ജൂതന്മാരുണ്ട്. അവര് പക്ക നമ്മൾ പഴയ നിയമത്തിൽ എങ്ങനെയാണോ ദൈവം തമ്പുരാൻ അവർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അതനുസരിച്ചാണ് ഷബാത്ത് ആചരിക്കുന്നത്. അപ്പം മെയിനായിട്ടും ഷബാത്തിന് വേണ്ട സാധനങ്ങൾ ഞാനിവിടെ കാണിക്കാമേ. നമുക്ക് കത്തിക്കാൻ ഒരു തിരി വേണം. പിന്നെ ഇത് ഹല എന്ന് പറയും ഈ ബ്രെഡിന്. ഇത് പുളിക്കാതെ ഉണ്ടാക്കിയ അപ്പമാണ് കേട്ടോ, പുളിപ്പില്ലാത്ത അപ്പമാണ്. പിന്നെ 100% മുന്തിരി ചാറായിട്ടുള്ള മുന്തിരി വൈൻ വേണം. ഈ 3 സാധനമാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഉപ്പ് ഉണ്ട്. അതായത് ഈ